ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവങ്ങളും കാണുമ്പോൾ പ്രസിഡന്റ് ട്രംപ് പൊട്ടം കളിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിന്റെ പുറകില് വലിയ അജണ്ടകൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരും. ട്രംപിന്റെ പരസ്പര വിരുദ്ധമായ പോസ്റ്റുകൾ, അഭിപ്രായങ്ങൾ, സ്റ്റേറ്റ്മെന്റുകൾ ഒക്കെ മാറ്റിവെച്ചാൽ ട്രംപിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഡീപ് സ്റ്റേറ്റ് വലിയ ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന നീക്കങ്ങളാണോ ഇത് എന്നാണ് സംശയിക്കേണ്ടത്. ഹോർമുസ് കടലിടുക്കിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് പിന്നാലെ മലാക്ക കടലിടുക്കിലും സ്വാധീനമുറപ്പിക്കാനായിട്ട് അമേരിക്കയുടെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ശരിക്കും ഇത് ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ്. അതായത് ഇന്തോനേഷ്യയുമായിട്ട് അമേരിക്ക പ്രതിരോധ സഹകരണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിക്കുന്ന പുതിയ ചില കരാറുകളും തീരുമാനങ്ങളും ഒക്കെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ചൈന തന്നെയാണെന്നാണ് നമുക്ക് ഓരോ സംഭവങ്ങളും വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നാണ് മലാക്ക എന്ന് പറയുന്നത്. ചൈനയുടെ ഊർജ ഇറക്കുമതിയുടെ 80% ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കും സമീപമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം മലാക്ക എന്ന് പറയുന്നത് എല്ലാ കാലവും ഒരു വെല്ലുവിളിയാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ചൈന ഈ പാകിസ്ഥാനിലൂടെ പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോർ ഒക്കെ ഉണ്ടാക്കിയത്. അത് ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ ഭാഗമായിട്ടുള്ള ഗിൽജിത് ബാൾട്ടിസ്ഥാനിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ അതിനെ എതിർക്കുന്നുണ്ട്. ഇതിനു പുറമെ ബലൂചിസ്ഥാനിൽ ലിബറേഷൻ ആർമി അതിനെ എതിർക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് ആ പദ്ധതി പൂർത്തിയാക്കാൻ ചൈനയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചൈനയുടെ ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇറക്കുമതിയുടെ 80% കടന്നു പോകുന്നത് മലാക്ക കടലിടുക്ക് വഴി തന്നെയാണ്. അപ്പോൾ ഇത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ ഒരു മലാക്ക കടലിടുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അടയ്ക്കപ്പെട്ടാൽ, ഇപ്പോൾ ഹോർമുസ് അടച്ചതുപോലെ മലാക്ക കടലിടുക്ക് കൂടി അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ചൈന സ്തംഭിച്ചു പോകും. ചൈനയിലെ സാമ്പത്തിക മേഖല ഒട്ടാകെ സ്തംഭിച്ചു പോകും എന്നുള്ളതാണ് അവസ്ഥ. ഇതിനെ മുതലെടുക്കാനായിട്ടുള്ള അമേരിക്കയുടെ ഒരു നീക്കമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അമേരിക്ക ഫിലിപ്പീൻസുമായിട്ട് സവിശേഷമായ പ്രതിരോധ ബന്ധം പുലർത്തി വന്നിരുന്ന രാജ്യമാണ്. ഇപ്പോൾ ഇതാ ഇന്തോനേഷ്യയുമായിട്ട് ചേർന്നുകൊണ്ട് പുതിയ നീക്കങ്ങൾ നടത്തുകയാണ്. ഇന്തോനേഷ്യയുമായിട്ട് പ്രതിരോധ കരാറുകൾ സൈൻ ചെയ്തിരിക്കുകയാണ്. വൈകാതെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ തന്നെ ഇന്തോനേഷ്യൻ അതിർത്തികളും ഇന്തോനേഷ്യൻ ബേസുകളും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അനുമതി കൂടി നേടിയെടുക്കാനായിട്ടാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇന്തോനേഷ്യ പോലെ താരതമ്യേന ഒരു മീഡിയം പവർ ആയിട്ടുള്ള രാജ്യത്തിന് അമേരിക്കയുടെ നിർദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിൽ അമേരിക്ക അവരുടെ സൈനിക ഫെസിലിറ്റീസ് ഒരുക്കാനുള്ള ഒരു ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. ഇത് ലോങ് ടേമിലേക്ക് ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. തീർച്ചയായിട്ടും അതിൽ തർക്കമൊന്നുമില്ല. ഇന്തോനേഷ്യക്ക് ഇതിനോടകം തന്നെ ചൈന ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. ഇന്തോനേഷ്യയുടെ മണ്ണ് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് ചൈന പറയുന്നത്. പക്ഷെ അമേരിക്ക അവർക്ക് വേണ്ടത് നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ അമേരിക്ക ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? അതിൽ വലിയൊരു കാര്യം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് തായ്വാൻ വിഷയം. ചൈന വളരെ സീരിയസ് ആയിട്ട് തന്നെ തായ്വാനെ പിടിച്ചെടുക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം, ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും. തായ്വാൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അധികം ചിപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ഇത് അമേരിക്കൻ എക്കണോമിയും വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയമാണ്. തായ്വാനെ ചൈന പിടിച്ചെടുക്കുകയാണെങ്കിൽ ചിപ്പ് ഉൽപാദന മേഖലയിൽ ഉൾപ്പെടെ വലിയൊരു അപ്രമാദിത്വം ചൈനയ്ക്ക് കൈവരും. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്, ലോകത്തിനൊട്ടാകെ ഒരു തിരിച്ചടിയാണ് ചൈന ഈ തായ്വാനെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു നീക്കം ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കാൻ ഒരുപക്ഷെ ചെക്ക് വയ്ക്കുക എന്ന് പറയുന്നത് പോലുള്ള ഒരു നീക്കമാണ് ഈ മലാക്ക കടലിടുക്കിന് സമീപത്ത് തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കയുടെ നീക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ സൈനിക വിന്യാസമൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെയുള്ള പല മാധ്യമങ്ങളും അത് ഇന്ത്യക്കും ഭീഷണിയാണ് അമേരിക്കയുടെ ഈ നീക്കമെന്ന തരത്തിലൊക്കെ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് നമുക്കത് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം ഇന്ത്യക്ക് അത് വലിയ ഭീഷണിയൊന്നും അല്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ പാകിസ്ഥാനും ചൈനയും വലിയ ഭീഷണിയല്ലേ. ഇന്ത്യയുമായിട്ട് വലിയ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനെ എപ്പോൾ വേണമെങ്കിലും അമേരിക്കയ്ക്ക് അവരുടെ സൈനിക താവളമായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം. പാകിസ്ഥാൻ അതിന് തയ്യാറുമാണ്. ചൈന ഓൾറെഡി നമ്മുടെ ശത്രുവാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനെ വന്ന് അമേരിക്ക ചെയ്യുന്നു എന്നതുകൊണ്ട് ഇന്ത്യക്ക് ഭീഷണിയാണ് എന്ന് പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അമേരിക്കയ്ക്ക് ഒരു സൈനിക താവളമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതല്ല വിഷയം ഇവിടെ. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യക്കിട്ടുള്ള പണിയല്ല, ഇത് ചൈനയ്ക്കിട്ടുള്ള പണിയാണ്. കാരണം ചൈന ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു തായ്വാന് എതിരായിട്ടൊരു നീക്കം നടത്തിയാൽ അമേരിക്ക ഇതുവഴിയുള്ള കപ്പലുകളുടെ ചരക്ക് നീക്കത്തെ തടയുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. നേരിട്ട് എന്തായാലും അമേരിക്ക ചൈനയ്ക്കെതിരെ യുദ്ധത്തിന് പോകില്ല. പകരം
ഈ മലാക്ക കടലിടുക്ക് വഴിയുള്ള ചൈനയിലേക്ക് പോകുന്ന കപ്പലുകളെ തടഞ്ഞുകൊണ്ട് വലിയ ഉപരോധങ്ങൾ തീർത്തുകൊണ്ട് ചൈനയെ സമ്മർദ്ദത്തിലാക്കാനായിരിക്കും അമേരിക്ക ശ്രമിക്കുക. അതിനുവേണ്ട തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോർമുസും അതിന്റെ ഒരു ആദ്യ പടിയാണ്. ഹോർമുസ് അമേരിക്ക നിയന്ത്രിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ട നീക്കങ്ങളാണ് ഈ ചെയ്യുന്നതെല്ലാം. കൃത്യമായി പറഞ്ഞാൽ തായ്വാനെതിരായിട്ട് ചൈന യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അമേരിക്കയും സഖ്യകക്ഷികളും മലാക്ക കടലിടുക്കിൽ ചൈനീസ് എണ്ണ കപ്പലുകളും ചരക്ക് കപ്പലുകളും തടയുകയായിരിക്കും ചെയ്യുക. ഇത് ചൈനയെ സാമ്പത്തികമായി തളർത്താനും യുദ്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിതരാക്കാനുമുള്ള ഒരു തന്ത്രമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരം കൂടിയാണ്. വെല്ലുവിളികൾ തീരെ ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം തന്നെ വലിയൊരു അവസരം കൂടിയാണ്. മലാക്ക കടലിടുക്കിന്റെ കവാടത്തിലാണ് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് ഈ മേഖലയിൽ ഇന്ത്യയുടെ സഹായം അത്യാവശ്യമാണ്. അതേസമയം തന്നെ ഇന്ത്യയുടെ നിഷ്പക്ഷത എന്ന് പറയുന്നത് വലിയ നേട്ടമായി മാറുകയും ചെയ്യും. ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു പക്ഷം പിടിക്കാതെ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തുകയാണെങ്കിൽ യാതൊരു റിസ്ക്കും ഇല്ലാതെ തന്നെ ഇന്ത്യക്ക് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പല വെല്ലുവിളികളെയും ഈ ഘട്ടത്തിൽ പ്രതിരോധിക്കാൻ കഴിയും. അതേ സമയത്ത് തന്നെ നിഷ്പക്ഷമായി നിൽക്കുന്നത് കൊണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇന്ത്യക്കെതിരായി വരില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പുവരുത്താനും കഴിയും. അമേരിക്കയുടെ നീക്കം എന്ന് പറയുന്നത് ചൈനയുടെ കഴുത്ത് ഞെരിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ അതുമായിട്ട് കൂട്ടി തന്നെയാണ് കാണേണ്ടത്. ഇന്ത്യ ഇവിടെ ഒരു നിശബ്ദ പങ്കാളിയായിട്ട് നിന്നുകൊണ്ട് ഇന്ത്യയുടെ നാവിക കരുത്ത് വർദ്ധിപ്പിക്കുകയും ചൈനീസ് ഭീഷണി കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും മുന്നോട്ട് പോകാൻ സാധ്യത. ആഗോള വിതരണ ശൃംഖലയിൽ ചൈനയ്ക്ക് പകരം ഇന്ത്യ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറാനും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ശ്രമിച്ചേക്കും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വെല്ലുവിളികളും ഒരേ സമയത്ത് സമ്മിശ്രമായിട്ടുണ്ടാവുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഏഷ്യയില് അമേരിക്ക കൂടുതലായിട്ട് കയറി കളിക്കുന്നത് ഇന്ത്യക്കും അത്ര താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത് ചൈനയാണ്. ചൈന ഇന്ത്യയുമായിട്ട് ഈ പരസ്പര അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ ഒഴിവാക്കി പൂർണ്ണമായും ആത്മാർത്ഥമായ ഒരു സൗഹൃദത്തിന് ശ്രമിക്കാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഒരിക്കലും ഇന്ത്യ ചൈനയെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പോഴും ഈ അരുണാചൽ പ്രദേശിന്റെ സ്ഥലങ്ങൾ ചൈനയുടേതാണെന്ന് പറഞ്ഞ് മാപ്പുകൾ പുറത്തിറക്കുക, പല പേരുകൾ ഇടുക, ഇത് ഇന്ത്യ ചൈന ബന്ധത്തെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അപ്പൊ ചൈനയുടെ ഈ അധിനിവേശ സ്വഭാവത്തെ മാറ്റി നിർത്തി കൂടുതൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധം ഇന്ത്യയുമായിട്ട് ചൈന ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ ഭാവിയിൽ അമേരിക്കയുടെ നീക്കങ്ങൾ ചൈനയ്ക്കും ഏഷ്യയ്ക്കും ഒരുപോലെ ദോഷം ചെയ്യും. കാരണം ചൈന ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഇന്ത്യ അമേരിക്കയെ പിണക്കാൻ തയ്യാറാവുകയില്ല. അല്ലാത്ത പക്ഷം ഇന്ത്യക്കും ചൈനയ്ക്കും ശക്തമായിട്ട് ഏഷ്യയെ മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ചൈനയുടെ നിലപാടുകളാണ് ഏഷ്യയുടെയും ഭാവിയെ നിശ്ചയിക്കുന്നത്. ചൈന ഇന്ത്യയോടൊപ്പം സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയും അമേരിക്കയും കൂടി ഏഷ്യയെ മുന്നോട്ട് നയിക്കുന്ന സ്ഥിതി തന്നെയായിരിക്കും ഈ നൂറ്റാണ്ടിൽ സംഭവിക്കാൻ പോകുന്നത്. മറിച്ച് ചൈന ഇന്ത്യയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചാൽ ഏഷ്യയിൽ നിന്ന് അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് പുരാതന രണ്ട് ശക്തികളായിട്ടുള്ള ഇന്ത്യക്കും ചൈനയ്ക്കും തന്നെ ഏഷ്യയെ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് വളർത്താൻ കഴിയും. ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രധാന ഉദ്ദേശം, നിലവിൽ ആദ്യത്തെ ലക്ഷ്യം തന്നെ ചൈനയെ ഒതുക്കുക എന്നതാണ്. അതിലേക്കാണ് അമേരിക്ക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ അതൊരു ഡീപ് സ്റ്റേറ്റ് പ്ലാൻ ആയിരിക്കാം. ട്രംപ് വെറും ഒരു ഉപകരണവുമായിരിക്കാം.